Hello everyone. നമ്മൾ പ്രൈസിംഗ് ഓഫ് ഓപ്ഷൻസിലെ ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ ഓപ്ഷൻ പ്രൈസിംഗ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ് ആണ് പഠിച്ചത്. അതിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ്റെയും കോൾ ഓപ്ഷൻ്റെയും പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓപ്ഷൻ ബൈ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ കോസ്റ്റ് നമുക്കറിയാം അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ ആ കോസ്റ്റിൻ്റെ മാക്സിമം എത്ര അല്ലെങ്കിൽ മിനിമം എത്ര കോസ്റ്റ്, മാക്സിമം അതായത് അപ്പർ ആൻഡ് ലോവർ ബൗണ്ട്സ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെ നമുക്കൊരു ഓപ്ഷൻ്റെ മാക്സിമം വാല്യൂ അതുപോലെ തന്നെ മിനിമം വാല്യൂ ഡിസൈഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോൾ ഓപ്ഷൻ ആണ് ആദ്യം. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർലൈങ് അസറ്റ് എക്സസൈസ് പ്രൈസിൽ ബൈ ചെയ്യുന്ന റൈറ്റിനെയാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആ അണ്ടർലൈങ് അസറ്റ് നമ്മൾ എഗ്രി ചെയ്ത എക്സസൈസ് പ്രൈസിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. നമുക്ക് അത് വാങ്ങാനുള്ള ഒരു റൈറ്റ് ഉണ്ട്, ഒബ്ലിഗേഷൻ ഇല്ല, റൈറ്റ് ഉണ്ട്. അതാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. Therefore, the maximum value, that is upper bound, cannot exceed the price of the asset itself. അപ്പോൾ ഈ ഓപ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ആ അസറ്റിൻ്റെ പ്രൈസിനേക്കാളും കൂടുതലാവരുത്. This is because no one would pay more money to buy a right to have the asset than what is actually required to buy the asset itself. അപ്പോൾ നമ്മുടെ എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് ആ അസറ്റിൻ്റെ മാക്സിമം വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ ആരെങ്കിലും ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമോ, അല്ലെങ്കിൽ അവിടെ ഓപ്ഷൻ്റെ ഒരു ആവശ്യകതയുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിൻ്റെ സ്പോട്ട് പ്രൈസ്, അതായത് അസറ്റിൻ്റെ ആ വാല്യൂ എത്രയാണോ ആ വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല എക്സസൈസ് പ്രൈസ് എന്നുള്ളത്. ഓക്കെ, സോ അതിൻ്റെ ഫോർമുല വന്നിരിക്കുന്നത് മാക്സിമം വാല്യൂ ഓഫ് ദി കോൾ ഓപ്ഷൻ ഈക്വൽ ടു കോൾ മാക്സിമം ഈക്വൽ ടു എസ് ഓർ C, that is call value lesser than or equal to spot price of the asset. സ്പോട്ട് പ്രൈസ് ഓഫ് അസറ്റിനേക്കാളും ലെസ്സർ ദാനോ, അതായത് കുറവോ അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കണം. ഒരിക്കലും കോൾ പ്രൈസ് എന്ന് പറയുന്നത്, അതായത് കോൾ ഓപ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ സ്പോട്ട് പ്രൈസിനേക്കാളും ആ അസറ്റിൻ്റെ വാല്യൂവിനേക്കാളും കൂടുതലാവരുത്. അങ്ങനെയാണെങ്കിൽ ആർക്കും ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റായിട്ട് മാർക്കറ്റിൽ നിന്ന് മേടിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 150 ആണ് ഒരു അസറ്റിൻ്റെ അണ്ടർലൈങ് അസറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് വിചാരിക്കാം. 200 നമുക്ക് എക്സസൈസ് പ്രൈസ് വയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, 200-ന് ആരെങ്കിലും ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമോ? അതിൻ്റെ ഒരു ആവശ്യകതയുണ്ടോ? ഇല്ല. ബൈ ഓപ്ഷൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഭാവിയിൽ, അതായത് ഫ്യൂച്ചറിൽ റേറ്റ് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടൈം പീരീഡിൽ നമ്മളിത് ഇത്ര എമൗണ്ടിന് അത് ലോക്ക് ഇൻ ചെയ്ത് വെക്കുന്നതാണ് കോൾ ഓപ്ഷനിൽ വരുന്നത്, അതായത് ബൈയിങ് ഓപ്ഷനിൽ വരുന്നത്. അപ്പോൾ കുറവ് പ്രൈസിൽ മേടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആ അസറ്റിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതലാണ് എക്സസൈസ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷന് തന്നെ ഒരു ആവശ്യകതയില്ല. അപ്പോൾ ഇവിടെ ഇത്രയേ പറയുന്നുള്ളൂ, അസറ്റിൻ്റെ പ്രൈസിനേക്കാളും കൂടരുത് കോൾ ഓപ്ഷൻ്റെ മാക്സിമം വാല്യൂ. Similarly, minimum price that the call option would sell for depends upon its intrinsic value. Minimum price, call option minimum price എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂവിൻ്റെ ബേസിസിലാണ്. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇമീഡിയറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ അസറ്റിനുള്ള വാല്യൂ ആണ് ഇൻട്രൻസിക് വാല്യൂ. ഇഫ് ദ ഓപ്ഷൻ ഇസ് മെച്യൂറിങ് ജസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ബൈയിങ്ങിൻ്റെ സമയത്ത് ഓപ്ഷൻ മെച്യൂർ ആവുകയാണ്, the time value of option is assumed to be 0 and it must sell for its intrinsic value. അതായത് എക്സസൈസ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്ന കേസ്. ഹവെവർ ഇഫ് ദർ ഈസ് സം ടൈം റിമൈനിങ് ഫോർ ദ മെച്യൂരിറ്റി, ദ എക്സസൈസ് പ്രൈസ് വുഡ് ബി പേയബിൾ ഓൺ ദെൻ. ഇപ്പോൾ മെച്യൂരിറ്റി ഉണ്ട്, കുറച്ച് സമയമുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെച്യൂരിറ്റിയുടെ സമയത്ത് എക്സസൈസ് പ്രൈസ് പേ ചെയ്യേണ്ടതായിട്ട് വരും. Therefore, the minimum value of the call option shall be the difference of spot price and the present value of the exercise price. അപ്പോൾ ഒരു കോൾ ഓപ്ഷൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പോട്ട് പ്രൈസ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ എക്സസൈസ് പ്രൈസ് ആണ്. സ്പോട്ട് പ്രൈസ് മൈനസ് മാർക്കറ്റ് പ്രൈസ് മൈനസ് എക്സസൈസ് പ്രൈസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണോ അതാണ് വരുന്നത്. അപ്പോൾ ഫോർമുല നമുക്ക് നോക്കാം. കോൾ മിനിമം വാല്യൂ ഈക്വൽ ടു മിനിമം വാല്യൂ ഓഫ് കോൾ, ഓക്കെ, ഈക്വൽ ടു എസ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സസൈസ് പ്രൈസ് ആണ്, സ്മോൾ ലെറ്റർ ഇ എക്സ്പോണൻഷ്യൽ ടേം ആണ്, 6 റേറ്റ് ആണ്, ടി ടൈം പീരീഡ് ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് 6, ടി എന്ന് പറഞ്ഞ ടൈം പീരീഡ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അതിന് ഫർദർ എക്സ്പ്ലനേഷൻ വേണ്ടാന്ന് വിചാരിക്കുന്നു. നമ്മൾ അതിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്തതാണല്ലോ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. Example number 5.
എ ഷെയർ ഓർ സ്റ്റോക്ക് ഈസ് സെല്ലിംഗ് ഫോർ 500. അപ്പോൾ സെല്ല് ചെയ്യുന്നത് 500 ആണ്. അതായത് സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 500 ആണ്. ദ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് 10%. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 10%, R equal to 10, ആൻഡ് ഇറ്റ് ഇസ് കണ്ടിന്യൂസ്ലി കോമ്പൗണ്ടഡ്. അതായത് നമുക്കറിയാം R എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആണ്. അറ്റ് വാട്ട് മിനിമം പ്രൈസ് ഫോളോയിങ് കോൾ ഓപ്ഷൻസ് ഓൺ ദ ഷെയർ വുഡ് സെൽ ഫോർ. അപ്പോൾ കോൾ ഓപ്ഷൻസിൻ്റെ മിനിമം പ്രൈസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ എ എന്ന് പറയുന്നത് എ കോൾ വിത്ത് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് 450 മെച്യൂറിങ് 1 month ലേറ്റർ. അപ്പോൾ 450 ആണ് ഇവിടുത്തെ നമ്മുടെ എക്സസൈസ് പ്രൈസ്. അതിൽ മന്ത് എന്ന് പറയുന്നത് അതായത് മെച്യൂരിറ്റി 1 month ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഇക്വേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എസ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ആണ്. എസ് എന്ന് പറയുന്നത് 500 മൈനസ് 450 ഇൻറ്റു എക്സ്പോണൻഷ്യൽ റേറ്റ് റേസ് ടു മൈനസ് ആർ ടി. അപ്പോൾ അവിടെ ആർ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ദാറ്റ് ഈസ് 10%, 0.10 ഇൻറ്റു നമുക്കറിയാം മന്ത് നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ 6 months ആയിരുന്നു. അപ്പോൾ 6/12 നമ്മൾ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ 1/12 എടുക്കുക. 1 month ആണ്, 1/12 എടുക്കുക. എക്സ്പോണൻഷ്യൽ റേറ്റ് നമുക്കറിയാം 2.7183 ആണ്. നമുക്ക് മുൻപത്തെ പ്രോബ്ലത്തിലും അതുപോലെ തന്നെ തിയറിയിൽ അത് പറയുന്നുണ്ട്. ജസ്റ്റ് അത് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി. അതായത് വാല്യൂസ് കൊടുത്താൽ മാത്രം മതി, നമുക്ക് ആൻസർ കിട്ടും. ബാക്കിയുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഈ എക്സ്പോണൻഷ്യൽ വാല്യൂ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കോളൂ. ഫോർമുല ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അടുത്തത് പുട്ട് ഓപ്ഷൻ ആണ്. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർലൈങ് അസറ്റ് എക്സസൈസ് പ്രൈസിൽ സെല്ല് ചെയ്യാനുള്ള റൈറ്റ് ആണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെയും അതേ, ഒബ്ലിഗേഷൻ അല്ല, സെല്ല് ചെയ്യാനുള്ള റൈറ്റ് ആണ്. Therefore, the maximum value of put option cannot exceed the exercise price if it is exercised immediately. ഒരു ഓപ്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എക്സസൈസ് പ്രൈസിനേക്കാളും കൂടാനായിട്ട് പാടില്ല. If there is still time remaining for maturity, value of the put cannot exceed the present value of the exercise price. Maximum value of put equal to present value of exercise price, or it is lesser than or equal to present value of exercise price. Intrinsic value is the amount of profit one would get if the option is exercised immediately. If it is paid at maturity, the difference between the difference of present value of exercise price and spot price gives the lower bound. അപ്പോൾ മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാക്സിമം വാല്യൂ ഓഫ് പുട്ട് ഓപ്ഷൻ കെൻ നോട്ട് എക്സീഡ് ദ എക്സസൈസ് പ്രൈസ്. അപ്പോൾ മാക്സിമം എന്ന് പറയുമ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷൻ്റെ കേസിൽ നമ്മൾ സെല്ല് ചെയ്യാനുള്ള റൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ള അതിൻ്റെ വാല്യൂ ആണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് എക്സസൈസ് പ്രൈസ് ആണ്. അപ്പോൾ പുട്ട് ഓപ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ എക്സസൈസ് പ്രൈസിനേക്കാളും കൂടാനായിട്ട് പാടില്ല. അതാണ് അവിടെ പറയുന്നത്. കെൻ നോട്ട് എക്സീഡ് ദ എക്സസൈസ് പ്രൈസ് ഇഫ് ഇറ്റ് ഇസ് എക്സസൈസ്ഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ. മെച്യൂരിറ്റി വരെ സമയം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ദാറ്റ് ഇസ് ദ വാല്യൂ ഓഫ് പുട്ട് കെൻ നോട്ട് എക്സീഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ എക്സസൈസ് പ്രൈസ്. അപ്പോൾ പുട്ടിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ആണ്. ഇൻട്രൻസിക് വാല്യൂ, അതായത് മിനിമം പ്രൈസിൻ്റെ കേസ് പറയുമ്പോൾ ഇൻട്രൻസിക് വാല്യൂ നമുക്കറിയാം ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ ആണ്. അപ്പോൾ ഇഫ് ഇറ്റ് ഇസ് പെയ്ഡ് അറ്റ് മെച്യൂരിറ്റിയിൽ പേ ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഡിഫറൻസ് ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ്, അതായത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പേ ചെയ്യുന്നില്ല, മെച്യൂരിറ്റിയിലാണ് പേ ചെയ്യുന്നത്, അതായത് ടൈം വാല്യൂ വരികയാണ്, ആ ഒരു കേസാണെങ്കിൽ ദ ഡിഫറൻസ് ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്. ഡിഫറൻസ് ഓഫ്, അതായത് എക്സസൈസ് പ്രൈസ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്. ഈ വരുന്നത് പ്രസൻറ്റ് വാല്യൂ ആണ് കേട്ടോ. പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ് ഗീവ്സ് ദ ലോവർ ബൗണ്ട്. Therefore, the minimum price that a put option would sell for its intrinsic value. അപ്പോൾ മിനിമം പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂവിൽ സെല്ല് ചെയ്യുന്നതാണ് അതിൻ്റെ മിനിമം, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം വരുന്നത് ഇറ്റ് കനോട്ട് എക്സീഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ്. മിനിമം ബൗണ്ട്, അതായത് മിനിമം വാല്യൂ ഓഫ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ് ആണ്. രണ്ട് കുഞ്ഞ ഫോർമുലയാണ്. ഇതിൽ നമുക്ക് മിനിമം വാല്യൂവിൻ്റെ മാത്രമേ ചെയ്യാനായിട്ട് വരുള്ളൂ. അതതിൻ്റെ ഒരു പ്രോബ്ലം ആണ്. ഇതും ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ,
അപ്പോൾ നമുക്കൊന്ന് ആദ്യം മുതലൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു പോവാം. കോൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, കോൾ ഓപ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ്, അതായത് സ്പോട്ട് പ്രൈസിനേക്കാളും കൂടാനായിട്ട് പാടില്ല. അസറ്റിൻ്റെ തന്നെ വാല്യൂവിനേക്കാൾ കൂടാൻ പാടില്ല ഒരിക്കലും കോൾ ഓപ്ഷൻ്റെ വാല്യൂ. മിനിമം എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ആണ്. നമ്മൾ പുട്ട് ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ മാക്സിമം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഓർ ലെസർ ദാൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ്. മിനിമം വാല്യൂ ഓഫ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്, ഓർ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ആൻഡ് സ്പോട്ട് പ്രൈസ്.